നോമ്പ് നോറ്റ് അമ്പലങ്ങൾ കാണാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. നമ്മുടെ ക്യാമ്പിന്റെ പാർട്ടായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇത്. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് ഇത് എന്നുള്ളതിനേക്കാൾ ടെൻഷൻ എന്താ വെച്ചാല് എൻ്റെ റമദാൻ നോമ്പ് അവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ടെമ്പറേച്ചറോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് മാത്രമല്ല നമ്മൾ പോകുന്നത് ഈ കാശി അമ്പലം ഉണ്ടല്ലോ, വിശ്വനാഥ ടെമ്പിൾ, അതിന്റെ അടുത്താണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാം അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ക്യാമ്പിന് വരുന്ന ആൾക്കാർ കുറേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പഞ്ചാബിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ മുസ്ലിംസ് ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി കൂടുതൽ ആൾക്കാരും അമ്പലങ്ങളും കൂടെ കാണാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ക്യാമ്പിന് വന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ പുറത്തേക്ക് കേട്ടോ. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു ബാംഗ്ലൂർ ആയിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ട് ഇത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അമേസിങ് ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു പാർക്കിലൊക്കെ പോയ പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ നമുക്ക് വാരണാസി ഫ്ലൈറ്റ് കിട്ടുന്നത്. നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്, ബാംഗ്ലൂർ ആക്ച്വലി നമ്മൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയേനു. പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് വാരണാസി വരുന്നത്. എൻ്റെ സ്ലാങ്ങിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. കാരണം കുറേ ടൈം കുറേ നേരം നമ്മൾ ഒരു സ്ലാങ് ഫോളോ ചെയ്ത് സംസാരിച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ നാവിന്ന് എനിക്ക് അവരുടെ സ്ലാങ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയാണ്. ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് കാണുന്നത്, ഒരു ഫ്ലൈറ്റ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കയറിയതും ഇറങ്ങിയതും നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ബഷിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത്, ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത്. കോക്പിറ്റ് കാണിക്കാൻ പറ്റിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ. അപ്പൊ എൻ്റെ വീട്ടിൽ ബഷിയാണെങ്കിലും ഉമ്മയാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരും അങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിൽ എന്നേക്കാൾ ഏറെ എക്സൈറ്റ്മെന്റ് അവർക്കായിരുന്നു. കാരണം ഞാൻ കയറുമ്പോൾ ചോദിക്കും, ഫ്ലൈറ്റ് വന്നാ, നീ കയറിയാ, നീ ഗ്രൗണ്ടിൽ എത്തിയാ, അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ആക്ച്വലി ഈ സാധനത്തിന്, ഈ ഒരു സ്ഥലത്തിന് പറയുന്ന, ഫ്ലൈറ്റ് വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവർ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ എനിക്ക് എന്തായി, ഫ്ലൈറ്റിൽ കയറിയോ, ഫ്ലൈറ്റിലോട്ട് പോകണം. അപ്പൊ ഞാൻ പറയും ബസ്സിലാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പക്ഷേ അപ്പോഴേക്ക് ഷെയിനൂട്ടി വിളിക്കും, ഉമ്മ എന്താ ഈ സ്റ്റെപ്പ് കയറിയ. അങ്ങനെ ഇനിയിപ്പോ രണ്ടുപേരും വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള ഒരു തോര കൂടും ട്ടോ. പിന്നെ നല്ല വെയിലായിരുന്നു. ഈ ഒരു വെയിലിൽ നമ്മൾ ഏറെക്കുറെ ഒരു 5-10 മിനിറ്റ് നിന്നിട്ടാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. നമ്മൾ പോകുമ്പോ എയർ ഇന്ത്യയിലും വരുമ്പോ ഇൻഡിഗോയിലും ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് എയർ ഇന്ത്യ എങ്ങനെ ഫീൽ ചെയ്ത് വെച്ചാല്, നമ്മൾ ബാംഗ്ലൂർ എത്തുന്ന വരക്കുള്ള ഫ്ലൈറ്റ് നൈസ് ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ആ വിൻഡോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഗ്ലാസ് കണ്ടില്ലേ, അത്ര സ്പേസ് നമുക്ക് കാല് വെക്കാനുള്ളൂ കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു ഇടുങ്ങിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവർ അത്രയും നേരം നമ്മളെ വെയിലത്ത് നിർത്തിയപ്പോൾ നമ്മൾ ആലോചിക്കണമായിരുന്നു. പിന്നെ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഫ്ലൈറ്റിൽ കയറിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് വാരാണസി എത്താനായിട്ട് ഓൾമോസ്റ്റ് 3 hours, 2.5 hours മേലെ നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കണായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഫ്ലൈറ്റിൽ അങ്ങനെ അത്രയും നേരം ഇരിക്കുക എന്നുള്ളതാണ്. വിൻഡോ സീറ്റ് കിട്ടി എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ നടുക്കിലിരിക്കുന്ന ഈ പെൺകുട്ടിയില്ലേ, ഇവള് വിൻഡോ സീറ്റ് ആദ്യമേ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്റെ സ്ഥാനത്ത് വേറെ വല്ല പയ്യന്മാരും ആയിരുന്നെങ്കിൽ അവൾക്ക് അങ്ങനെ കയറായിരുന്നു എന്നുള്ളൊരു രീതിക്ക്, ആ വിൻഡോ സീറ്റിൽ ഇരിക്കായിരുന്നു എന്നുള്ളൊരു രീതിക്കായിരുന്നു കേട്ടോ ഓൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റും. അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചു ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന്. അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന്. പിന്നെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓൾ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ല, ഇരുന്നോ, ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇരുന്നോന്ന്. അങ്ങനെ ഞാൻ എന്റെ സീറ്റ് തിരിച്ച് ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഷാഹുൽ ഉദാരമനസ്കതയൊക്കെ കാണിച്ചിട്ട് അവന്റെ സീറ്റ് അവൾക്ക് കൊടുത്തു. അങ്ങനെ ഓള് നമ്മുടെ സെന്ററിൽ ഇരുന്നതിന്. ഇത്രയും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓള് ഞങ്ങളോട് പറയാണ് ടർബ്യുലൻസിൽ പെട്ടിട്ട് ഫ്ലൈറ്റ് നന്നായിട്ടൊന്ന് ജെർക്ക് ചെയ്തായിരുന്നേ. അപ്പൊ അവള് ഞങ്ങളോട് പറയാ, അയ്യോ ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടും എവിടുന്നും ഇങ്ങനെ ഒരു ജെർക്കിങ്ങിൽ പെട്ടിട്ടില്ല, ഫ്ലൈറ്റിന് എന്തെങ്കിലും പറ്റുമോ. അവൾ എന്നെയും കൂടെ ടെൻഷൻ ആക്കുന്ന അവസ്ഥയായിരുന്നു. അമേസിങ് വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് കടലാഘോഷം എത്ര കണ്ടാലും മതിയാവൂല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. പക്ഷെ ആകാശത്തിന്റെ ഈ ഒരു വേർഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഏതാണ്ട് ഹെവനിൽ എത്തിയ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ സ്വപ്നം കാണുമ്പോൾ ആകാശം എങ്ങനെ കാണാം. ഷാഹുലും മോളും പെട്ടെന്ന് തന്നെ കമ്പനിയായി, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്യൂസ് പോയി ഉറങ്ങി കേട്ടോ. എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട്, ഞാൻ എത്രാമത്തെ പ്രാവശ്യം പറയുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് അല്ലേ. എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. അത് കാരണം കൊണ്ട് ഞാൻ ഉറങ്ങാണ്ട് നിന്നു കേട്ടോ. ഉറങ്ങാതെ നിന്ന്
ഞാനിങ്ങനെ ഫ്ലൈറ്റ് ചെരിയുമ്പോ അതിന്റെ അതുണ്ടല്ലോ ചിറക് അത് മേലോട്ട് പൊന്തുമ്പോ ഞാൻ അത് നോക്കും, താഴോട്ട് വരുമ്പോ അത് നോക്കും. അതേപോലെ ലാൻഡിങ്ങിന്റെ ടൈമിൽ അതിന്റെ വിങ്സ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ അത് നോക്കും. അങ്ങനെ ഇത് നോക്കിക്കൊണ്ടേ നിൽക്കായിരുന്നു ട്ടോ. ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഫൈനലി നമ്മൾ കാശി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വാരാണസി. വെൽക്കം ടു വാരാണസി എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പം എനിക്ക് എന്തൊക്കെയൊക്കെയോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കാശിക്ക് കുറെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാശി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം അവര് പറയുന്ന കാര്യം, കാശിയിലോട്ട് കാലഭൈരവൻ അല്ലെങ്കിൽ വിശ്വനാഥൻ, നമ്മുടെ ശിവൻ വിളിച്ചാൽ മാത്രമേ പോരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ടീമിലുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഐഷ, ഭാഗ്യമുള്ള ആൾക്കാർക്ക് കാശി കാണാൻ പറ്റുള്ളൂ. കാശിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ശിവൻ വിളിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഈസി ആയിട്ടൊന്നും വരാൻ പറ്റൂല. സോ നീ എത്തിപ്പെട്ടിരിക്കുന്നത് റംസാൻ മാസത്തിലാണെങ്കിലും നല്ല സ്ഥലത്താണ്. അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ട്ടോ. പക്ഷെ എൻ്റെ നോമ്പിനെയോ അല്ലെങ്കിൽ എൻ്റെ റിച്വൽസിനെയോ ഒന്നും ഒരു തരത്തിൽ ഇവിടുന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഒരു എന്താ പറയാ, ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു യുപി പോലെ ആയിരുന്നില്ല ട്ടോ കാശി എന്ന് പറഞ്ഞാൽ. കാശി ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആർക്ക് വേണേലും വന്ന് കാണാൻ പറ്റുന്ന, ഏത് മതവിശ്വാസികൾക്കും വന്ന് കാണാൻ പറ്റുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ കാശി. നമ്മളെ ആക്ച്വലി പ്ലേസ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നല്ല പോയതെന്നുണ്ടെങ്കിലും ഞാൻ നല്ലപോലെ പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമും അതിന് പറ്റിയതായിരുന്നു. കാരണം അവര് കുറെ ആൾക്കാർ ഹിന്ദുസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് അവരിങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കും കേട്ടോ. ഇത് ഹോളി ആയിരുന്നു പിറ്റത്തെ ദിവസം. അപ്പൊ തലേ ദിവസം നമ്മൾ ഘാട്ടുകളിൽ പോയപ്പോ അവിടെയുള്ള ആൾക്കാര് കവറിൽ കളറ് കെട്ടി എറിയാണ് കേട്ടോ. ഇത് നല്ല തോതിൽ നമുക്ക് ഏറ് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ ഷോൾ ഇട്ടിട്ട് പോയാലും അവിടെ കുറെ ആൾക്കാർ തട്ടിട്ടിട്ട് വരുന്നോണ്ട് നമ്മൾ മുസ്ലിംസ് ആണെന്നുള്ളത് അവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഏറ് കിട്ടും. കാരണം ഹിന്ദുസ് ഒരുപാട് ആൾക്കാർ തട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ തട്ടം കൊണ്ട് അവർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഏറ് കിട്ടും. അങ്ങനെ എന്റെ വെള്ള പാന്റൊക്കെ പോയിട്ട് നീല പാന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാൻ എങ്ങനെ വെളുപ്പിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ക്യാമ്പിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കാലഭൈരവന്റെ ടെമ്പിളിലോട്ടാണ് കേട്ടോ. ശരിക്കും ഇവിടെ കാശിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് കാലഭൈരവന്റെ അമ്പലമാണെന്നാണ് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം കേട്ടോ. അപ്പൊ അവര് അവിടെ പോയി കാലഭൈരവനെ കണ്ട് അവിടുന്ന് അനുവാദം വാങ്ങിക്കണം. കാശി പ്രൊട്ടക്ട് ചെയ്യുന്നത് കാലഭൈരവനാണെന്നാണ് കേട്ടോ അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അനുവാദം വാങ്ങിക്കണം എന്നാ പറയാ. അപ്പൊ അവിടെ ശയനാരതി ഉണ്ട്. അത് ഓൾമോസ്റ്റ് രാത്രി 2 മണി മുതൽ ഒരു 2:30 വരെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ശയനാരതി. മറ്റേ നമ്മുടെ കാലഭൈരവനെ ഉറക്കുന്ന പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി കുറെ ടൈം എടുത്തു. ഞാൻ അവിടെ ഇങ്ങനെ റിക്ഷയിൽ അതുവരെ അവരെ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു കേട്ടോ. എല്ലാരും പറയുന്നത് സത്യാണ് ട്ടോ. കാശി നമുക്ക് 2 രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. സത്യം പറഞ്ഞാ കാശിയില് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് ട്ടോ. റംളാനില് നോമ്പൊക്കെ എടുത്തിട്ട് അവിടുത്തെ വൃത്തിയില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാ വൊമിറ്റിംഗ് നല്ലോണം വരും. റോട്ടിലൊക്കെ ഇങ്ങനെ അപ്പി ഉണ്ടാവും കുട്ടികളുടെ. അതേപോലെ പട്ടിയും പശുവും ഒക്കെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിന്റെ അടുത്ത് കൂടെയാണ് ഹോട്ടലുകൾ ഉണ്ടാവുക. അവിടെ നമ്മള് ഫുഡ് കഴിക്കേണ്ടി വരും. അത് നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. കാരണം നോമ്പ് തുറയും അത്താഴമൊക്കെ അതിന്റെ കൂട്ടത്തില് പോണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വിശന്നിട്ട് മാത്രം നമ്മള് ഫുഡ് കഴിക്കാൻ തോന്നുള്ളൂ ട്ടോ. അതല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല. അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് കാശി. പക്ഷെ അതേപോലെ തന്നെ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അവിടെ നമ്മുടെ കോർപ്പറേഷനുകാർ വന്നിട്ട് സ്ഥിരമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ കയ്യിലിരിപ്പോണ്ടാണ് കേട്ടോ കാശി അങ്ങനെ കിടക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഒരു രക്ഷയില്ല ട്ടോ. കാരണം അത്രയും കാര്യങ്ങൾ അവിടെ ലോ കോസ്റ്റിൽ സെയിലാക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഒരുപാട് പൈസയൊന്നും എടുത്തിട്ട് പോവാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് വല്ലാണ്ട് തിരിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് ചെയ്യുക, അതുപോലെ തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ട്ടോ. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ചീപ്പ് പ്രൈസിൽ കുറെ സാധനങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ നമ്മുടെ നോമ്പ് തുറയാണ്. നോമ്പ് തുറ തന്നെയാണ് ട്ടോ. അതോ അത്താഴമാണോ എനിക്ക് ഓർമ്മയില്ല. 2, 3 തവണ നമ്മൾ അവിടുന്ന് മസാല ദോശ കഴിച്ചിരുന്നു. മസാല ദോശ നൈസായിരുന്നു ട്ടോ. ഒറ്റ ഷോപ്പാണ് നമുക്ക് ഓക്കെ ആയിട്ട് പറ്റിയത്. ആ ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം ട്ടോ. ഒരു മസാല ദോശയ്ക്ക് ഓൾമോസ്റ്റ് 200 രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്കിന്റെ അവസ്ഥയൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ. നമ്മള് കുറച്ച് ആൾക്കാര് ഘാട്ടില് വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ളവര് നേരെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരും. ഘാട്ടിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ആളുകള് ഗംഗയിൽ പോയി കുളിക്കുന്നതും അവര് അവിടെ പോയിട്ട് ഗംഗയിൽ കാല് നനയ്ക്കുമ്പോ അല്ലെങ്കിൽ ഗംഗയിൽ കുളിക്കുമ്പോ ഗംഗയിൽ ബോട്ടിങ് ചെയ്യുമ്പോഴൊക്കെ അവര് ശുദ്ധിയാവുന്നുണ്ട്. അവരുടെ പാപങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റിലാണ് അവര് നിൽക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് എനിക്ക് വേറൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താ വെച്ചാല്, ഞാൻ വ്രതം നോറ്റ്
അതായത് ഞാൻ നോമ്പെടുത്ത് എൻ്റെ മൈൻഡിൽ ഓക്കെ ഞാൻ പ്യൂരിഫൈ ആവുന്നുണ്ട് സെൽഫ് എന്നുള്ള റമദാൻ മാസമാണ് ഞാൻ സെൽഫായിട്ട് പ്യൂരിഫൈ ആവുന്നുണ്ട് എന്നുള്ള തോട്ടിൽ ഞാൻ നിൽക്കണം. അവിടെ ചുറ്റോടുള്ള ആൾക്കാർ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് അവരുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് അവര് സെൽഫായിട്ട് പ്യൂരിഫൈ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇതാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്ന ഇത് ഗംഗാരതിയാണ് കേട്ടോ. ഇതില് കുറേ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഞാനൊന്ന് വോയിസ് ആയിട്ട് തരാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാശി വ്ളോഗ് 2 വെയിറ്റിംഗ് ആണ്.